ഇതാണ് മലബാർ സ്പെഷ്യൽ തിച്ചൻ സാമ്പാർ. നല്ല ചൂട് ചോറിന്റെ കൂടെ ഒരു പപ്പടവും ഈ കുറുകിയ സാമ്പാറാണെങ്കിൽ ഒരു ചെമ്പ് ചോറ് വേണേലും കഴിക്കും. അടുക്കളയിൽ നിന്ന് ഇതിന്റെ മണം കണ്ടടിച്ച വായിൽ കപ്പലോടും. നല്ല പച്ചവെളിച്ചെണ്ണയിൽ ആദ്യം വെണ്ടയ്ക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി തേങ്ങ ചെരുവിയതിലോട്ട് വെളുത്തുള്ളിയും ചെറിയുള്ളിയും കടുകും ജീരകവും ഉലുവയും ഇച്ചിരി ഉഴുന്നും കറിവേപ്പിലയും ചേർത്ത് തേങ്ങ നല്ലപോലെ അങ്ങോട്ട് വറുത്ത് കോരണം. ഇനി അതേ ചീനച്ചട്ടിയിലോട്ട് തന്നെ കുറച്ച് കൂടുതൽ തന്നെ മല്ലിപ്പൊടിയും കൂടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് പൊടികൾ നല്ലപോലെ അങ്ങോട്ട് വറുത്തെടുക്കണം. ഇനി പരിപ്പ് ഉരുളക്കിഴങ്ങും സവാളയും വറുത്ത് വെച്ച പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ അങ്ങോട്ട് വേവിച്ചെടുക്കണം. കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നാൽ തക്കാളിയും വെണ്ടയ്ക്കയും മുരിങ്ങക്കായും ചേർത്ത് കൂടെ വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും പുളിവെള്ളം ഒഴിച്ച് നല്ലപോലെ അങ്ങോട്ട് വേവിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് ഇച്ചിരി സാമ്പാർ പൊടി കൂടി ചേർക്കണം. ഞാനിവിടെ അജ്മിയുടെ സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത്. ഇതാവുമ്പോൾ നല്ല കുറുകിയ ചാറോടുകൂടിയ സാമ്പാറായിരിക്കും. അതുമാത്രമല്ല വേറെ സാമ്പാർക്കായൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. സാമ്പാറിന് വേണ്ട എല്ലാ ചേരുവകളും ഇതിലടങ്ങിയിട്ടുണ്ട്. ഇനി വറുത്തരച്ച തേങ്ങയും കൂടി ചേർത്ത് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും വറവിട്ട് കൊടുത്താൽ സാമ്പാർ റെഡിയാണ്. അജ്മിയുടെ സാമ്പാർ പൊടി ചേർത്താൽ നല്ല തിക്ക് ഗ്രേവിയിലെ സാമ്പാർ നമുക്ക് കിട്ടും.